ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് അറബിക് ഡെസേർട്ടായിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ചിലവർ കുറഞ്ഞ രീതിയിൽ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്കായാലും എങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാമെന്ന് കാണിച്ചു തരട്ടെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുനാഫ സ്പെഷ്യൽ വേംസിലിയാണ് എടുത്തിട്ടുള്ളത്. കുനാഫയുടെ ഡോ എടുക്കുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ഒരു വേംസിലി ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഏറ്റവും തിന്നായിട്ടുള്ളൊരു സേമിയാണ് കേട്ടത്. അത് കുനാഫക്കായിട്ടുള്ള വേംസിലി തന്നെയാണ്. ഇതിന് പകരം നമുക്ക് കുനാഫ ഡോ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുനാഫ ഡോ ആണെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 300 ഗ്രാം ഉണ്ട്. 300 ഗ്രാമിന് വെറും 90 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചീസ് വേണം. ഞാനിപ്പോൾ മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ചീസായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചീസും കൂടെ എടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ വേണം കേട്ടോ. ഞാനിപ്പോൾ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 300 ഗ്രാം കുനാഫ ഡോയിലേക്ക് 100 ഗ്രാം ബട്ടർ കറക്റ്റ് മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടറിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ഉപ്പില്ലാത്ത ബട്ടറിനെ നോക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ 500 ml ഒരു പാക്കറ്റ് പാലും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് കേട്ടോ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ബട്ടർ ആണെങ്കിൽ കുറച്ച് ടൈം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ഡോ റെഡിയാക്കാനുള്ള ഒരു ബൗൾ എടുക്കാം. അപ്പോൾ ആ ഒരു ഡോയിൽ നമുക്ക് ആ ഒരു ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പാകത്തിനുള്ള പാത്രം എടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതാ ആ കുനാഫ ഡോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഇത് രീതിയിലാണെങ്കിലും നമുക്ക് ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സേമിയ ആയതുകൊണ്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ടുള്ള കുനാഫ ഡോ എടുക്കുകയാണെങ്കിൽ കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നേരിയ സേമിയ ആയതുകൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളാണ് കേട്ടോ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവർ അങ്ങോട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് കുറച്ച് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള രീതിയിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ആ ഒരു ബട്ടർ മെൽറ്റാക്കിയത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ ആ ബട്ടർ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓവർ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടൊന്നും കുഴച്ചെടുക്കാൻ നിൽക്കരുത്. ആ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഒരു ബട്ടർ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സേമിയയുടെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ കറക്റ്റായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാലൻസ് ആയിട്ട് കണ്ടല്ലോ 1 ടീസ്പൂൺ മാത്രമേ ബട്ടർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ജസ്റ്റ് അടിയിലൊന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ മാത്രമേ ബാലൻസ് വെച്ചിട്ടുള്ളൂ. ബാക്കി 100 ഗ്രാം ബട്ടർ മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ക്രീമിൻ്റെ ഒരു ഫില്ലിങ് വെക്കാനുണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ ഒരു പാക്കറ്റ് പാലെടുത്തില്ല, അതിൽ നിന്നും കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റ് പാൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കട്ടെ. അതിനിപ്പോൾ 2 പാക്കറ്റ് പാലൊക്കെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലവറും ഒക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇത് കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ആ പാല് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പാല് മൊത്തമായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ പാല് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി കുനാഫ ആ ഒരു പഞ്ചസാര ലൈനയിലും ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. എന്നാലും ഈ ഒരു ക്രീമിൽ കുറച്ച് മധുരം കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓവർ വേണ്ട. 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ മിക്സ് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ. ഇതുപോലെ ഒരു കൈ കൊണ്ട് ഒഴിക്കുകയും ചെയ്യുക, ഒരു കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തും കൊടുക്കുകയും ചെയ്യട്ടെ. പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് മാറാനായിട്ട് തുടങ്ങും. അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് എടുക്കുമ്പോൾ കൂടി പോവണ്ട കേട്ടോ. 3 ടേബിൾ സ്പൂൺ നിറയെ ഒന്നും എടുക്കണ്ട. 3 ടേബിൾ സ്പൂൺ ഒരു മീഡിയം സൈസിൽ എടുത്തിട്ട് കലക്കി എടുത്താൽ മതി കേട്ടോ. ഓവർ ആയി പോവണ്ട. അപ്പോൾ ഇതുവരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ആ ഒരു കോൺഫ്ലവറിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ പോയിക്കോട്ടെ. അതുവരെ ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ മതിട്ടാ, ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചീസ് ഈ രീതിയിൽ വേണമെങ്കിലും ഇതിലേക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാതെ ഡയറക്റ്റായിട്ട് കുനാഫ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ആയാലും മതിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 200 ഗ്രാം ചീസിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 150 ഗ്രാമോളം ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പാൽ മിക്സിൻ്റെ ചൂടുകൊണ്ട് അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ചീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ചൂടുകൊണ്ട് തന്നെ ചീസ് ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ചീസും കൂടെ വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു മിക്സിന് ക്രീം പരുവത്തിലുള്ള ഈ മിക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ചീസ് എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ചീസ് തന്നെ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സോസ് പാൻ എടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സോസ് പാൻ കുറച്ച് ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ 2 കുനാഫ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബാറ്ററിൽ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വലിയ സൈസിലുള്ള സോസ് പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പോർഷന് ഈ ഒരു അടിഭാഗത്തേക്ക് ഒന്ന് നിരത്തി കൊടുക്കട്ടോ. അപ്പോൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചും ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും നിങ്ങൾ ചെയ്യുന്നതെല്ലാം മാറ്റം വരും. അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സോസ് പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതുപോലെ സേമിയ ആ ഒരു ഡോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം നന്നായിട്ട് തന്നെ കവറാവുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് കോൺഫ്ലോറും പാലും മാത്രമായിട്ട് റെഡിയാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ടൈമിൽ ചീസ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാതെ ഈ ഒരു ടൈമിൽ ചീസ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ടും കൂടെ കുറച്ച് ആ ഒരു സേമിയയുടെ ഡോ കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വലായി വരുന്നത് പോലെ വെച്ച് കൊടുക്കുക. ഇനി ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഓവർ പ്രസ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ക്രീം മുകളിലേക്കായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ 3 ബർണറിലും ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ മതിയിട്ട്. അപ്പോൾ സേമിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി റെഡി ആയിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒഴിച്ച് കഴിക്കാനുള്ള ഒരു പഞ്ചസാര ലായനി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 2 കുനാഫയാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ചെറിയ സോസ് പാൻ ആയതുകൊണ്ട് 2 കുനാഫ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 2ലേക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ലായനി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ലായനി മാത്രം റെഡിയാക്കി എടുത്താൽ മതി.
അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് 3 കപ്പ് വെള്ളത്തിലേക്ക് 2 കപ്പോളം 2 കപ്പ് നിറയൊന്നുമില്ല ഒരു 1.25 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒരു കുറുകുന്നൊരു പരുവത്തിലായി വന്നാൽ മതി കേട്ടോ. ഓവർ വറ്റിച്ചെടുത്ത് 1 നുൽപ്പരുവും 2 നുൽപ്പരുവൊന്നും ആർക്കും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റിയിട്ട് ചെറിയൊരു കുറുകുന്ന രൂപത്തിൽ ആക്കി കിട്ടിയാൽ മതി. അതിനത് നന്നായിട്ട് ഞാൻ തിളച്ച് വന്നോട്ടോ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ 2-3 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ, ചെറിയൊരു തിക്നെസ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അതവിടെ റെഡിയാക്കിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുനാഫ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, സൈഡ് ഭാഗമൊക്കെ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം നമുക്കിത് എടുത്തു മാറ്റാൻ. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് ആ ഒരു മുകൾ ഭാഗം കൂടെ ഒന്ന് കളറൊന്ന് ചേഞ്ചാക്കി വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് പൊട്ടിപ്പോവാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു പാനിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ 2 ഭാഗവും ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്തെടുക്കാൻ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വേണ്ടിയുള്ളൂ. അപ്പോൾ ചെയ്തെടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് പിസ്ത എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ടാക്കിയതാണ്. അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ പിസ്ത തന്നെ വേണമെന്നില്ല, ബദാമായാലും കാഷ്യൂ നട്ട്സ് ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർണിഷ് ചെയ്യുന്ന ഐറ്റംസും അതുപോലെ തന്നെ കുനാഫയും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരില്ല കേട്ടോ. കാണാനുള്ളൊരു ഭംഗിയൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുനാഫ ഒരു പിസ്ത വെച്ചിട്ട് ഈ ഒരു രീതിയിലല്ലേ ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിസ്ത വെച്ചിട്ട് റൗണ്ടിലൊന്ന് വെച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ് ചെയ്തെടുക്കാൻ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. ഇത് നമുക്ക് 2 രീതിയിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. ചൂടോട് കൂടെ തന്നെ പാനി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അതിന് പകരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. 2 അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തതും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കളറൊന്ന് ഓവറായിട്ട് ചേഞ്ച് ആയി പോയിട്ടാ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും മാറ്റമൊന്നും വരില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര പണിയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ആ പഞ്ചസാര ലായനുണ്ടല്ലോ, അത് ഇതിലെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാര ലായനയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലായനി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഇന്ന ഷേപ്പിലൊന്നും കട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു ക്രീം പരുവത്തിലല്ലേ ഉള്ളത്. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പൊന്നും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണിത്. ആ ഒരു ലായനി കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചിട്ട് കഴിക്കുക കേട്ടോ. ഇനിയിപ്പോൾ മധുരം തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അധികം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ചീസൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.